കേരളത്തിൻ്റെ ആത്മീയ വിഹായസിൽ നക്ഷത്രശോഭയോടെ പ്രകാശിക്കുന്ന മഹാക്ഷേത്രമാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. മള്ളിയൂർ മനയിലെ ഇപ്പോഴത്തെ കാരണവരായ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ ഇന്നത്തെ അതിഥി. നമസ്കാരം തിരുവേനി. മള്ളിയൂർ മനയിലെ മഹാസാത്വികനായ ഒരു ബ്രാഹ്മണന് തൻ്റെ തീർത്ഥയാത്രക്കിടയിൽ ഒരു വിഗ്രഹം ലഭിച്ചതായി കേട്ടിട്ടുണ്ട്. ആ അനുഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരു മഹാതപസ്യായ ഉപാസകനുണ്ടായിരുന്നു. അദ്ദേഹം പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂര് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും മഹാഗണപതിയെ ആവേശിച്ച് അദ്ദേഹത്തിൻ്റെ നിഷ്ഠയോടുള്ള ഉപാസനയുടെ ഫലമായി ഈ ദേശത്തെ കൊണ്ടുവരികയും ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് മള്ളിയൂർ മഹാഗണപതി വടക്കു നിന്നാണ് വന്നതെന്നാണ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മള്ളിയൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ മന്ദഹസിക്കുന്ന ഒരു ചിത്രമാണ്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ആ ഒരു ബാല്യകാലം, പഠനം, കുടുംബജീവിതം, വിവാഹം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലെ സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അച്ഛൻ്റെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ വളരെ വിഷമം പിടിച്ച കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് മലയാള മാസം 1926 അച്ഛൻ്റെ ജനനം. മകരമാസം മൂലം നാളിലാണ് അച്ഛൻ്റെ ജനനം. അതായത് ഫെബ്രുവരി മാസം 2-ാം തീയതി ആണ് ജനനം. ജനിച്ച അന്നു മുതൽ അച്ഛൻ രോഗം കൊണ്ട് വിഷമിച്ചൊരു ശരീരമായിരുന്നു. അച്ഛനെ എന്നും തിരിച്ചു കിട്ടുമോ എന്ന സംശയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നവർക്കുള്ളത്. പലരും ചികിത്സിച്ചു, എന്നിട്ടൊന്നും മാറുന്നില്ല. പിന്നെ അച്ഛന് കുറച്ച് പ്രായമായപ്പോൾ പല വൈദ്യന്മാർ വന്ന് നോക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരൊക്കെ അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നു. ഇവിടെയുള്ളവരും പുറമേ നിന്നുള്ളവരൊക്കെ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്. എന്തായാലും അച്ഛന് കുറേ കഴിഞ്ഞ അസുഖവും ഭേദമായി തീർന്നു. പിന്നെ അച്ഛൻ കുറച്ച് പ്രായമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛന് സംസ്കൃതം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായത്. സംസ്കൃതം പഠിക്കാനായി ശ്രമം തുടങ്ങി. അങ്ങനെ ഏറ്റുമാനൂര്, കുഴിയടി, ക്രോധമംഗലം അവരൊക്കെ അച്ഛനെ വേണ്ടപോലെ നോക്കിയവരായിരുന്നു. അച്ഛൻ്റെ ഗുരുക്കന്മാരെ പോലെയാണ് അവരെല്ലാവരും. ബന്ധമുണ്ട്, അച്ഛന് ബന്ധമുണ്ട്. അച്ഛനെ ഭയങ്കര വാത്സല്യമായിരുന്നു എല്ലാവർക്കും. അപ്പം അച്ഛൻ അവരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് നിറങ്കേതക്കോട്ടയിൽ പോവുകയും അവിടെ സംസ്കൃതം പഠിക്കാനുള്ള ഏർപ്പാടാക്കുകയും ചെയ്തു. സംസ്കൃതം പഠിക്കുന്നതിൻ്റെ കൂടെ അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട്, അവിടെ ശാന്തിക്കായിട്ട് നിയോഗിച്ചു. പക്ഷേ അവിടെ വച്ചും ഇല്ലാത്തൊരു വലിയൊരു ക്ഷേത്രമാണെങ്കിലും അച്ഛൻ്റെ ചിട്ടയ്ക്കനുസരിച്ച് പോകാൻ വിഷമമായിരുന്നു. അനവധി ത്യാഗം അനുഷ്ഠിക്കേണ്ടതായിട്ട് വന്നു. ശാന്തി പറഞ്ഞ അച്ഛനത്തിരി അമാന്തക്കാരനാണ്. പിന്നെ അനവധി 1 കിലോമീറ്ററോളം വെള്ളം ചുവന്നൂർ പോകണം. കുന്നിൻ്റെ മുകളിൽ ഒരമ്പലം, താഴെ വലിയ അയ്യപ്പൻ്റെ ക്ഷേത്രം, അതിൻ്റെ മുകളിൽ ദേവീക്ഷേത്രം. അപ്പോൾ ആ ദേവീക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ താഴെ നിന്ന് വെള്ളം കൊണ്ട് ചുവന്ന് വേണം പോകാൻ അവിടെ അഭിഷേകത്തിന്. അതൊക്കെ അച്ഛൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അച്ഛന് പിന്നെ അസുഖത്തിലേക്ക് കടന്നു. അപ്പോൾ ശാന്തി അച്ഛന് വയ്യാണ്ടായി തുടങ്ങി. അച്ഛൻ്റെ ആഗ്രഹം മുഴുവൻ സംസ്കൃതം പഠിക്കണമെന്നായിരുന്നു. അതിന് വളരെ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. ഈ ശാന്തി കഴിഞ്ഞ് വേണം അച്ഛൻ സംസ്കൃതം പഠിക്കാൻ. ഈ പഠനമായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത്. സംസ്കൃത പഠനമാണ് അച്ഛൻ പ്രചോദനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സംസ്കൃതം പഠിക്കണം എന്നുള്ള ജിജ്ഞാസയാണല്ലോ ഇത്രയും ത്യാഗം അനുഷ്ഠിച്ചാണെങ്കിൽ അവിടെ പോയി പഠിക്കാൻ കാരണം. പക്ഷെ 1 കൊല്ലം കഴിയുമ്പോൾ അച്ഛൻ വയ്യാണ്ടായി. അപ്പോഴത്തേക്കൊരു ഇവിടെ അമ്മയ്ക്ക് വയ്യാന്നൊരു അച്ഛൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി തുടങ്ങി. അച്ഛൻ തിരിച്ചു പോരുകയായത്. മടങ്ങിപ്പോന്നു. പിന്നെ അച്ഛൻ തിരുവാർപ്പ് സ്വാമിയാർമഠത്തിൽ പഠിക്കുകയുണ്ടായി കുറേ നാൾ.
അവിടെയാണ് പിന്നെ അച്ഛൻ്റെ ജീവിത പഠനം മുഴുവൻ. അവിടെ അച്ഛൻ ഏത് തരത്തിലുള്ള ഒരു പഠനമായിരുന്നു നടത്തിയത്? സംസ്കൃതം, വ്യാകരണം, തർക്കം, ന്യായം, ഇതൊക്കെയാണ് അച്ഛൻ്റെ സംസ്കൃത പഠനമാണ്. പിന്നെ അച്ഛന് ഗുരുവായൂർക്ക് പോകണമെന്നായി. അപ്പം ഗുരുവായൂർക്ക് പോകണമെങ്കിൽ അന്നത്തെ കാലത്ത് പൈസ ഒന്നുമില്ലല്ലോ. ശരിക്കും ഭഗവാന്റെ ഒരു വിളി അച്ഛന് വിളി ഉണ്ടായി. അപ്പം ഗുരുവായൂർക്ക് പോകണമെന്നായി. ഗുരുവായൂർക്ക് പോകണമെങ്കിൽ പൈസയില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ അച്ഛനെ എന്താ വഴിച്ചെലവിന് വണ്ടിക്കൂലി വഴിച്ചെലവിന് വേണമല്ലോ. എന്തായാലും പോകാൻ തീരുമാനിച്ചു അച്ഛൻ. അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി അച്ഛൻ അമ്മ അന്നേരം 1 രൂപ കൊടുത്തു. ആ 1 രൂപയും പിടിച്ചുകൊണ്ട് അച്ഛൻ കുറേ നടന്നു, കുറേ ട്രെയിനും പോയി. പിന്നെ വേറൊരിടത്തുനിന്ന് അവർ ഞാൻ ഇത്തിരി പൈസ കൊടുത്തു. അപ്പം അങ്ങനെ യാത്രകൾ തുടർന്നു. വളരെ ദുർഘടമായൊരു യാത്രയായിരുന്നു. നടന്നു എന്ന് തന്നെ പറയാം. അവിടം വരെ എൻ്റെ കുറച്ച് സമയങ്ങൾ ട്രെയിൻ കയറുന്നുള്ളൂ. ഗുരുവായൂർ ചെന്നു. അച്ഛൻ എന്നും തേവാരമായിട്ട് അവിടെ കഴിച്ചു കൂട്ടി. അച്ഛൻ്റെ തേവാരം വളരെ നിഷ്ഠയാണ്. അത്രയ്ക്കും കഠിനമായ നിഷ്ഠയോടുകൂടിയ തേവാരം. അപ്പോൾ അച്ഛൻ 12 ദിവസം ഒരു ഭജനമായിട്ട് കൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനെ പലരും കണ്ടുമുട്ടാൻ തുടങ്ങി. അച്ഛൻ്റെ മുഖത്തിൻ്റെ ചൈതന്യവും ഭാവവും അച്ഛൻ്റെ ആ നിഷ്ഠ കണ്ടപ്പോൾ പലരും അടുത്തുകൂടി. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും മള്ളിയൂർ വന്നതല്ലേ. പ്രത്യേകിച്ച് ആകർഷകമായൊരു വ്യക്തിത്വമായിരുന്നു. ചൈതന്യം അച്ഛൻ്റെ മുഖത്തൊരു തേജസ് അവർക്കൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അച്ഛനോട് പറഞ്ഞു ഇവിടെ എന്തായാലും 12 ദിവസമായില്ലേ, 41 ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സപ്താഹം അനവധി നടക്കുന്നുണ്ട്. വലിയ വലിയ മഹാത്മാക്കളുടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അവരുടെ വായന കേൾക്കും. അപ്പോൾ അച്ഛൻ ഭാഗവതത്തിലേക്കായി ശ്രദ്ധ മുഴുവൻ. അപ്പം ഭാഗവതം കേട്ടു. പിന്നെ വായിക്കണമെന്നായി തുടങ്ങി. അവളാണ് തോട്ടം വാസുനമ്പൂരി പറഞ്ഞിട്ട് വടപ്പ നമ്പൂതിരി അച്ഛന് ഉപദേശം കൊടുക്കുകയാണ് ഭാഗവതം. ആ ഭാഗവതം ഉപദേശം കൊടുത്തു. വെല്ലുമ്പലത്തിരുന്ന് എന്നും വായന തുടങ്ങി. അപ്പം അച്ഛന് ഭാഗവതം പഠിക്കാനുള്ള പൈസ കയ്യിലില്ല. ഭാഗവതം കയ്യിലില്ലാനും അപ്പം ഓരോരുത്തരും ചോദിച്ച് മേടിച്ചാണ് പുസ്തകം ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് അമ്മാൾ വന്ന്, പൊന്നു അമ്മാളെന്ന് പറയും, ഗുരുവായൂർ അവിടുത്തെ അന്തേവാസിയാണ്. ഗുരുവായൂർ ഒരു അന്തേവാസിയാണ് ഈ അമ്മിയാർ. പൊന്നു അമ്മയാർ എന്ന പേര്. അപ്പോൾ ഇവരുടെയൊക്കെ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം, അതായത് തോട്ടവും തൊട്ടയൂരുമ്പൂരിയൊക്കെ പറഞ്ഞു മള്ളിയൂർക്ക് ഒരു പുസ്തകമില്ല. അപ്പോൾ മള്ളിയൂർ പുസ്തകം കൊടുക്കുന്ന അമ്മാളോട് പറഞ്ഞു. അമ്മാളുകൊണ്ട് അച്ഛന് ഒരു ഭാഗവതം കൊടുക്കുകയത്. അത് വളരെ കൊടുക്കുന്നത്. അപ്പോൾ അച്ഛന് പിന്നെ ഒരു നിധി കിട്ടുന്ന പോലെയാണല്ലോ, ഈശ്വരൻ കൊടുക്കുന്ന പോലെയാണല്ലോ അച്ഛൻ ഭാഗവതം കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ആ ഭാഗവതം കിട്ടി. പിന്നെ അച്ഛൻ സന്തോഷമായി. പിന്നെ അച്ഛൻ ഒരു സന്തോഷം കണ്ട എന്താ വേണ്ടത് നിശ്ചയിലാണ്ടേ. പിന്നെ ദിവസവും അങ്ങനെ ഭാഗവതം വായിക്കാൻ തുടങ്ങി. 41 ദിവസം ഭാഗവതം വായിച്ചോ അവിടെ നിന്ന്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടായി. പിന്നെ അമ്മയെ നോക്കുക എന്നുള്ളൊരു കടമയാണ് അച്ഛനുള്ളത്. കുറേ നാളുകൾ അമ്മയെ ശ്രദ്ധിച്ചു. അമ്മയുടെ കാലം കഴിഞ്ഞു. പിന്നെ അച്ഛൻ പിന്നെയും സ്വാമിയമ്പലത്തിൽ പോയത്. പിന്നെ അച്ഛന് രോഗങ്ങൾ കൂടി തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ ജീവിതം പറഞ്ഞാൽ അച്ഛനും മരണത്തിലേക്കാണ് പോകുന്നത് മുഴുവൻ. മുഴുവൻ നാളെ ഉണ്ടാവില്ല എന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ഒരു ദിവസം അച്ഛനെ നിലത്ത് കിടത്തിയെന്നാണ് പറയുന്നത്. രോഗാവസ്ഥ അത്ര കഠിനമായിരുന്നു. പനി വന്നിട്ട് അച്ഛനെ നിലത്ത് കൊണ്ട് കിടത്തി. ഇപ്പം കഴിയുന്നുള്ള രീതി. പിന്നെ അച്ഛൻ തിരിച്ചു വന്നു. അപ്പം എല്ലാവരും അച്ഛനെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാമജപമായിട്ടും ഭാഗവതമായിട്ടും ഒക്കെ വായന അടങ്ങി. വലിയ വലിയ വൈദ്യന്മാരാണെങ്കിൽ അച്ഛന് ഇനിയൊന്നും ചെയ്യാനില്ല, പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് അവർക്കും അറിയില്ല, അച്ഛനും അറിയില്ല. ആരെന്ത് നല്ല ഉപദേശം കൊടുത്താൽ അത് മുഴുവൻ സ്വീകരിച്ച് അച്ഛൻ നടപ്പാക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിനൊരു വിട്ടുവീഴ്ചയില്ല. ഗുരുക്കന്മാർ പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു പ്രധാന കർത്തവ്യം. അപ്പോൾ ആ ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ 1008 നമസ്കാരവും 108 ഏത്തവും ഒക്കെ തുടങ്ങി. പിന്നെ അഭിഷേകം തുടങ്ങി. അപ്പോൾ രാവിലെ എൻ്റെ ഓർമ്മയിൽ തന്നെ 4:30 കുളിക്കാൻ പോയിക്കൊണ്ടിട്ടുണ്ട്. ഞാൻ 4:30 കുളിക്കാൻ പോയാൽ രാവിലെ അഭിഷേകമായി സന്ധ്യാവനമൊക്കെ 1008 ഗായത്രി വെച്ച്, അത് കഴിഞ്ഞ് അകത്തി എന്നാൽ കുറേ ജപമുണ്ട്. പിന്നെ അഭിഷേകമായി 1008 സഹസ്രാരത്തി അഭിഷേകം. അത് കഴിഞ്ഞ് നിവേദ്യം, പുഷ്പാഞ്ജലി,
അത് കഴിഞ്ഞ് 1008 നമസ്കാരം, ഉപസ്ഥാനം, നമസ്കാരം, പിന്നെ 108 ഏത്തടി കഴിയുന്നതിനും ഇവിടെ വരുമ്പോഴത്തേന് ഏതാണ്ടൊരു 3 മണിയാവും. ശരിക്കും എങ്ങനെയാണ് ഇതൊക്കെ നടന്നു ചോദിച്ചപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം നമുക്കറിയാം. ഗുരുവായൂർ സപ്താഹം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് പൈസ ഒന്നുമില്ല. ഇവിടെ നിന്ന് പോകും, അവിടെ ചെല്ലും, ആരെങ്കിലും കൊണ്ടു കൊടുക്കും പൈസ. ആരാ കൊടുക്കുന്ന അച്ഛനും അറിവില്ല. ഇപ്പം ഇവിടെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെ അച്ഛൻ ആരുടെ പൈസ കൊടുത്തു അതിലും അച്ഛനും. പക്ഷേ അച്ഛൻ തിരിച്ചു കഴിയുമ്പോഴത്തേന് അതിനുള്ള പൈസ അവിടെ കിട്ടും. ആരെങ്കിലുമൊക്കെ കുട്ടികളായിട്ടും, ആരാ കുട്ടികളെന്നൊന്നും ചോദിക്കരുത്, അതും ചോദ്യമില്ല. കൊച്ചു കുട്ടികളെ കൊണ്ട് കൊടുക്കുക അച്ഛൻ പൈസ. ഇന്നത്തെ കാലത്ത് തലേ ദിവസം ആയന നിശ്ചയിച്ച് പോവാണ്, പിറ്റേ ദിവസം മുണ്ട് മേടിക്കണം, പൈസയില്ല. ഒരു കുട്ടി ഓടി വന്നിട്ട് ഒരു കിഴിയും കൊണ്ട് കൊടുത്തതാണ്. മള്ളിയൂർ വായന നടത്തി കൊടുക്കുന്നുണ്ട്. ഈ ഗുരുവായൂർ സപ്താഹം മുഴുവൻ കൈ പൈസ ഉണ്ടായിട്ട് പോയിട്ടുള്ള വായന നടത്തിയതല്ല. 7 ദിവസവും ഗുരുവായൂരപ്പം നടത്തി കൊടുക്കുക. ഏകദേശം 45ഓളം സപ്താഹങ്ങൾ ഗുരുവായൂർ മാത്രം നടത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ വായന തന്നെ, അച്ഛൻ്റെ സ്വന്തമായ, പിന്നെ പലരും നടത്തുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ വഴിപാടെന്നുള്ള സങ്കല്പത്തിറങ്ങിയത് 40. അതുപോലെ അച്ഛൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സ്വാധീനമായിരുന്നല്ലോ സുഭദ്ര അന്തർജനം. അതെ, അമ്മയാണ്. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ. അല്ല, അമ്മയാണ് ശരിക്കും അച്ഛനെ ഒരു മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അമ്മയുടെ ജീവിതം വളരെ ഇതുപോലെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അമ്മയുടെ എല്ലാം ഗുരുവായൂരടുത്ത് മേഴത്തൂരാണ്. അപ്പോൾ അവിടെ നിന്നാണ് സുഭദ്ര അമ്മയെ കൊണ്ടിരുന്നത്. അമ്മയുടെ ഇവിടെ വെച്ചാണ് വിവാഹം. പക്ഷെ അന്ന് മുതൽ അച്ഛന് ഒരു പതിവ്രതാരത്വമാണെന്ന് പറയാമല്ലോ. അച്ഛനെന്ത് സഹായിച്ചു കൊടുക്കുക, അച്ഛൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സിലാക്കി. അച്ഛനോട് മുഴുവനും പറയാറില്ല. അച്ഛൻ ഇവിടെ മിക്കവാറും കാണില്ല, ഇവിടെ മിക്കവാറും ഉണ്ടാവില്ല, സപ്താഹമായിട്ട് പോകുമല്ലേ. അമ്മ അന്നേരം എന്താ പറയുക, ഇതെല്ലാം മനസ്സിലാക്കി അമ്മ ഇവിടെ ജീവിക്കും. ഞങ്ങൾ 4 കുട്ടികളുണ്ട്, ഇവരെയൊക്കെ പോയിട്ട് ആഹാരം നിന്ന് വളർത്തും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ട് എന്തായാലും അരിയോ ഒക്കെ അച്ഛനോട് സമർപ്പിക്കും, അതൊക്കെ എടുത്ത് വെച്ച് കഴിക്കും. അമ്മയുടെ ജീവിതം അച്ഛൻ്റെ ജീവിതം പോലെ തന്നെ സമമായിരുന്നു. ഒരു ആത്മസമർപ്പണമായിരുന്നു ആ ജീവിതം. ആത്മസമർപ്പണമായിരുന്നു. ഈ ഭാഗവത കഥകളുടെ പ്രചരണത്തിനും സപ്താഹത്തിനുമായിട്ട് കഠിനമായ യാത്രകളായിരുന്നു മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി നടത്തിയിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഭാഗവത ഹംസം എന്നുള്ള ഒരു ആചാര്യ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? അച്ഛൻ്റെ വായനയ്ക്ക് വളരെ പ്രാധാന്യമായിരുന്നു. അല്ല, എന്താ പറയുക, ശ്ലോകത്തിൻ്റെ ഒരു ബലവും ഭക്തിയും ശ്രവണത്തിൻ്റെ സുഖവും ഭക്തന്മാർക്ക് ഭയങ്കര ഹൃദ്യമായിരുന്നു. അപ്പം ആ ഭാഗവത ശ്ലോകങ്ങളുടെ ഒരു ചൊല്ലലുണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിരുന്നു. ഓരോ ശ്ലോകത്തിലും അതിൻ്റെ ഒരു ഗാംഭീര്യം മുഴുവൻ അച്ഛൻ്റെ മുഖത്തും പ്രസരിക്കും, വായിക്കുമ്പോഴും പ്രസരിക്കും. അപ്പം ജനങ്ങൾ ഭക്തന്മാർ ഇവിടെ അച്ഛൻ്റെ വായന ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും ആഞ്ഞമാസനമ്പൂരി ആണെങ്കിലും അവിടെ വായന നടക്കുന്നുണ്ടല്ലോ, മള്ളിയൂരിൻ്റെ വായന പോയി വെക്കൂ എന്നേ പറയാറുള്ളൂ. എല്ലാം അനവധി ആചാര്യന്മാരുണ്ട്, എന്നാലും പലരോടും പറയും. ഇപ്പം ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ഇദ്ദേഹത്തിനോടൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞത്, അവിടെ മള്ളിയൂരിൻ്റെ വായന നടക്കുന്നതിൽ പോയി കേൾക്കണം, അതാ കേൾക്കേണ്ടത്. ആ മള്ളിയൂരിൻ്റെ വായന കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. അതുപോലെ പ്രഭാഷണവും. അപ്പോൾ ഗുരുവായൂരൊരു ഭാഗവത വിജ്ഞാന സമിതി എന്നൊരു സമിതിയുണ്ട്. അത് ഗുരുവായൂർ കേശവ നമ്പൂതിരിയാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അവരെ കൂടി തീരുമാനിച്ചു, അപ്പം അച്ഛന് ഭാഗവതവസം എന്ന ഒരു ബിരുദം കൊടുക്കണമെന്ന് തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതിവിടെ അച്ഛൻ്റെ 70ാം പിറന്നാളിന് അച്ഛന് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര ദേവസ്ഥത്തിന് വക ജന്മാഷ്ടമി പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പുരസ്കാരങ്ങളൊരു കാലമായിരുന്നു. ശങ്കരാചാര്യ സ്വാമികൾ ഭാഗവതോപാസക ശിരോമണി എന്നൊരു വലിയൊരു പുരസ്കാരം കൊടുത്തു, ഇവിടെ വന്ന് കൊടുക്കുകയായത്.
ഭാഗവതം വായിച്ച് 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 അച്ഛൻ ഇങ്ങേറ്റം വരെ എത്തി. 101 വയസ്സ് വരെ എത്തി. ലാസ്റ്റ് ദിവസം മരണത്തിന് മുമ്പ് വരെ അച്ഛൻ ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നു. തലേ ദിവസം വരെ ഒരധ്യായം പോലും ഒരധ്യായമെങ്കിലും വായിക്കണമെന്ന് അച്ഛൻ നിർബന്ധമായിരുന്നു. ഭാഗവതം വിടരുതെന്നാണ് അച്ഛന്. ഭാഗവതമാണ് അച്ഛനെ ഈ നിലയിൽ എത്തിച്ചത്. ഗുരുവായൂരെന്നാണ് അച്ഛന് എല്ലാ നേട്ടങ്ങളുടെ ഒരു ഉറവിടം. ഭാഗവതം ഉപദേശം കിട്ടി, പുരസ്കാരങ്ങളും കിട്ടി. അച്ഛൻ എന്തൊക്കെ വേണോ അവിടെ ഇപ്പോൾ ഗുരുവായൂർ എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് ജന്മാഷ്ടമി പുരസ്കാരത്തിന് അച്ഛന് വീൽ ചെയറിലാണ് അവിടെ കൊണ്ടുപോകുന്നത്. അവിടുത്തെ ദേവസ്വം അധികാരികൾ വന്ന് അച്ഛന് ആദ്യകാലം ശുദ്ധമായിട്ട് തോന്നണതൊക്കെ അച്ഛൻ്റെ അന്നത്തെ കാലമാണല്ലോ. അച്ഛനെ വേണ്ട രീതിയിൽ കൊണ്ടുപോയി അച്ഛൻ്റെ ചിട്ടപ്രകാരം കൊടുത്തൊഴിച്ചു ദേവസ്വം ഭരണാധികാരികൾ. ഇപ്പം ഗുരുവായൂരപ്പനായിട്ട് അഭേദ്യമാണ് എന്തും, ഗുരുവായൂരും വള്ളിയുമായിട്ട് അഭേദ്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മളെന്ത് പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ ഗുരുവായൂരപ്പന് ഇപ്പം അച്ഛനവിടെ ഇല്ലെങ്കിലും അവിടെ ഇല്ലെങ്കിലും ഗുരുവായൂരപ്പനും വള്ളിയൂർ ഗണപതി മിക്കവാറും ചാർത്തും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ. അപ്പം വള്ളിയൂർ ഗണപതി ചാർത്തണമെങ്കിൽ അച്ഛനായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണല്ലോ, അല്ലേ? അല്ലെങ്കിൽ ചാർത്തില്ലല്ലോ. ഇപ്പം ഈ ഇടയ്ക്കൊന്നുണ്ടായി, ഒരു 2 കൊല്ലം മുമ്പുണ്ടായി. അപ്പോൾ അവിടുത്തെ അകത്തെ ഗണപതിക്ക് ചേർത്തി, ഗുരുവായൂരപ്പനെ ചേർത്തി. ആണ് ഗുരുവായൂരപ്പനായിട്ട് ബന്ധം അച്ഛനുണ്ടായിരുന്നത്. ആ ബിരുദങ്ങളിലേക്കൊക്കെ പ്രധാനം അച്ഛന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആവോളം കിട്ടിയിട്ടുണ്ട്. ഒരു അഭേദ്യമായ ആത്മബന്ധം ഗുരുവായൂരപ്പനായിട്ട്. അപ്പം അച്ഛനുള്ള ഭക്തി കൊണ്ട് അവിടുത്തെ മേശാന്തിമാർ, അവിടുത്തെ കീശാന്തിമാർ ഇവരൊക്കെ ഏതെങ്കിലും സമയത്ത് ഗുരുവായൂരപ്പനെ മഹാഗണപതി ചാർത്തിയിരിക്കും. വള്ളിയൂർ ഗണപതിയും കൃഷ്ണനുമായിട്ട് ഒരു സങ്കല്പത്തിൽ ആ വിഗ്രഹത്തിൽ മേശാന്തിമാർ ചാർത്തിയിരിക്കും. 2-3 കൊല്ലം മുമ്പുണ്ടായി. ഒരു ദിവസം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ വിളിച്ചു പറയാത്, ഇന്ന് വള്ളിയൂർ ഗണപതി ചാട്ടോ ചാർത്തിയിരിക്കുന്നത് ഗുരുവായൂരപ്പന്. ഈ ഇടയ്ക്കും ഞങ്ങളെ പറഞ്ഞു, ഇന്നും വള്ളിയൂർ ഗണപതി ഞങ്ങളെ വിളിച്ചു പറയുക അവിടെ ദേവസ്ഥന്. അപ്പം ഞങ്ങൾ ഓടി ചെല്ലും, ഞങ്ങൾ തൊഴുതു പോരും. അപ്പം ചാർത്തിയ അപ്പോഴേ ആരെങ്കിലും ഇവിടെ ദേവസ്ഥന് അറിയിക്കും. അപ്പം അവരൊന്നും വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മേശാന്തിയുടെ മനസ്സിൽ തോന്നുന്നതാണ് ചാർത്തണമെന്ന്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലമാണ് ഓണത്തിന് വള്ളിയൂർ ഗണപതിയാണ് പുറത്ത് പൂക്കളം വരച്ചത്. ആ ദിവസം ഞങ്ങൾക്കും ഇവിടെ ഒരു പൂക്കളം ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് വിസ്തരിച്ച് നടത്താൻ ചെയ്യാറുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനും ചേർന്ന് ഇതൊക്കെ ആ ഗുരുവായൂരും വള്ളിയൂരുള്ള അഭേദ്യ ബന്ധമാണ് കാണിക്കുന്നത്. ഭാഗവതം വായിച്ചാൽ മാത്രം പോരാ, അനുഷ്ഠിച്ചും കൂടെ കാണിക്കണമെന്ന് ഞങ്ങളോട് എപ്പോഴും പറയും. നമുക്കൊന്നും മുഴുവൻ അച്ഛനെ പോലെ ആൾക്ക് സാധിക്കില്ല. കുറേയൊക്കെ പറ്റുള്ളൂ. അങ്ങനെ മുഴുവൻ നമുക്കുള്ളത് കൊണ്ട് സാധിക്കില്ല. അച്ഛൻ അത് മുഴുവൻ ആ ഭാഗവത്തിൽ പറഞ്ഞാണ് ഇവിടെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഒരു കൊതുകിനെ പോലും കൊല്ലിയച്ഛൻ. കൊതുക് എന്നാൽ പോലും അച്ഛൻ തട്ടി മാറ്റുകയുള്ളൂ. അച്ഛൻ അറിഞ്ഞുകൊണ്ടൊരു ഒരു പ്രാണിയെ പോലും കൊന്നിട്ടില്ല. ഓരോ ദേഷ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അമ്പലത്തിലെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാലേ അച്ഛൻ ദേഷ്യപ്പെടുള്ളൂ. ഭാഗവത്തിലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം ഏതായിരുന്നു? കുന്തിസ്തുതിയായിരുന്നു എന്നാണ് പറയാറുള്ളത്. പിന്നെ പ്രഹ്ലാദസ്തുതി, ഏറ്റവും പ്രധാനം കുന്തിസ്തുതിയായിരുന്നു. പ്രഹ്ലാദസ്തുതി ഗുരുവായൂർ ആദ്യം പ്രഭാഷണം നടത്തുന്നത് ഉദ്ധവദൂതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഗുരുവായൂർ കൂത്തമ്പലത്ത് വെച്ച് ഉദ്ധവദൂത് ഏറ്റവും ഹൃദയസ്പർക്കായ അധ്യായമാണ് ഉദ്ധവദൂത് ഭാഗവതത്തിൽ. ആ അധ്യായമാണ് ഗുരുവായൂർ കൂത്തമ്പലത്തിൽ ആദ്യം പ്രഭാഷണം നടത്തുന്നതെന്നാണ് കേട്ടിരിക്കുന്നത്. വളരെ പ്രത്യേകതകളുള്ള ഒരു വിഗ്രഹമാണ് വള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ വിഗ്രഹം. ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകളൊന്ന് പറയാമോ? ഞാൻ പറയുണ്ടായല്ലോ, അച്ഛൻ അഭിഷേകം വളരെ 1008 സഹസ്രാവത്തെയാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. ഭാഗവതം വളരെ പ്രധാനമായിരുന്നു അച്ഛന് പറഞ്ഞല്ലോ. ഭാഗവതം വായിക്കുമ്പോൾ ശ്രീകോലത്തൊരു വൈഷ്ണവ ബിംബം വേണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെയാണ് സാളഗ്രാമുണ്ട്, ഇവിടെ ഇല്ലത്ത്. ഇവിടെ സാളഗ്രാമം കൊണ്ടുപോയി പീഠത്തെ കൊണ്ടുവച്ചു. ആ
പീഠത്തിൽ വെച്ച് സാളഗ്രാമം അഭിഷേകം ചെയ്യാൻ ആരംഭിച്ചു. അപ്പം ഗണപതിക്ക് അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേകത്തിൻ്റെ മന്ത്രം ഈ സാളഗ്രാമത്തിലേക്ക് ഒരു സാളഗ്രാമത്തിന് അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഗണപതിക്കും സാളഗ്രാമത്തിനും ഒരുപോലെ അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സഹസ്രാവൃത്തി ഗായത്രി ജപിക്കുമ്പോൾ രണ്ടിനും ഒരുപോലെ ആ ചൈതന്യം ചെന്നുകൊണ്ടിരുന്നു. അച്ഛൻ തേവാരം പൂർണ്ണമാകുന്നതിന് മുമ്പായിട്ടാണ് ഭാഗവതം വായിക്കാറുള്ളത്. ശ്രീകുലത്തിൽ നിന്നാണ് വായിക്കാറുള്ളത്. ശരിക്കും ഭാഗവതം ഗായത്രിയാണ്. അപ്പം ഗായത്രിയുടെ പ്രാധാന്യമാണ് ഭാഗവതത്തിനുള്ളത്. അപ്പം ഗായത്രി എങ്ങനെ വയ്ക്കുന്നോ അതുപോലെ തന്നെ ശ്രദ്ധേജ്യ ഭാഗവതം വായിക്കണമെന്നാണ് പറയാറുള്ളത്. അപ്പം അകത്തിരുന്നാണ് ഭാഗവതം വായിക്കുക. അപ്പോൾ അതിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അച്ഛൻ പാരായണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരധ്യായം വയ്ക്കുമ്പോൾ ഓരോ ശ്ലോകത്തിനും ഗണപതിക്ക് പുഷ്പാഞ്ജലി കഴിക്കും, ഈ സാളഗ്രാമത്തിന് പുഷ്പാഞ്ജലി കഴിക്കും. അതിങ്ങനെ അനവധി കാലം തുടർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 70 വയസ്സായപ്പോഴാണ് ഇങ്ങനൊരു സങ്കല്പത്തിൽ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ജ്യോത്സ്യന്മാരെ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വൈഷ്ണവചൈതന്യം മള്ളിയൂരിൻ്റെ ശ്രീകോലത്തുണ്ട്, മള്ളിയൂരിൻ്റെ ഉപാസന ശക്തമായിട്ട് വൈഷ്ണവചൈതന്യമുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താ കാരണം എന്ന് അച്ഛനും അറിയില്ല. അച്ഛനറിയാം, നമുക്കറിയില്ല. അച്ഛനറിയാമല്ലോ. അച്ഛനറിയില്ലെങ്കിൽ ഇതൊന്നും വരികയല്ലോ. ഇപ്പോൾ ഈ കോട്ടയത്തുകാരാണ്, അവരുടെ ഒരു ഭാവന വന്നതാണ്. സോമശേഖരനും അവരുടെയൊക്കെ ഭാവന വന്നു. അച്ഛൻ്റെ സപ്താഹം കഴിയുന്ന ദിവസം യജ്ഞപ്രസാദം അടിക്കണം. അപ്പം മള്ളിയൂരും ഗണപതിയും ഒന്ന് തന്നെയാണല്ലോ. മറ്റൊരു ഭാഗവതം ഗണപതിയും അച്ഛനും രണ്ടായിട്ടും കാണുന്നില്ല, രണ്ടും ഒരുപോലെ കാണുന്നു. അവരുടെ സ്കെച്ച് ആയി വരച്ചെടുത്താണ് ഈ മള്ളിയൂരും ഗണപതിയും ഉണ്ണികൃഷ്ണനും. അങ്ങനെ അതിന് ഭയങ്കര പ്രാധാന്യമായി. അപ്പം അച്ഛനോട് പറഞ്ഞ് അച്ഛൻ പണി അറിയില്ല, എന്തായാലും അങ്ങനെയാണ് അച്ഛനും മനസ്സിൽ തോന്നുന്നത്. അത് പിന്നെ അങ്ങോട്ട് ലോകം മുഴുവൻ ആ ഭക്തന്മാരിലേക്ക് എത്തിക്കഴിഞ്ഞത്. എങ്ങനെയാണ് എത്തിയെന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാം, അന്നത്തെ കാലത്ത് വലിയ പ്രചരണമൊന്നുമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് എല്ലായിടത്തും വ്യാപിച്ചത്. അങ്ങനെ സാളഗ്രാമം ജ്യോത്സ്യന്മാർ വലിയ അനവധി ജ്യോത്സ്യന്മാർ വിഷമിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. സംശയമില്ലാതെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഗുരുവായൂർ ഗണപതിക്കും സാളഗ്രാമം ഒരുപോലെയാണ് പൂജ കഴിച്ചുകൊണ്ടിരുന്നത്. എന്ത് പരിപാടി ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കും. അതിനൊരു മാറ്റം വരുത്തിയിരുന്നില്ല. അത്ര ശക്തിയോടുകൂടി ഉപാസിച്ചിരുന്നു. അപ്പം അങ്ങനെ ഗണപതിയും മണികൃഷ്ണനെ സങ്കല്പം വരികയാണ് ചെയ്തത്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉപദേവതമാർക്ക് സവിശേഷമായ ഒരു സ്ഥാനവും പ്രസക്തിയുമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ ദുർഗയ്ക്ക് തുല്യ പ്രാധാന്യമാണുള്ളത്. ഗണപതിക്ക് നേദിക്കുന്ന നിവേദ്യങ്ങളെല്ലാം ദുർഗയ്ക്ക് നേദിച്ചിരിക്കും. അതേ തുല്യ സ്ഥാനത്തിലാണ് അവിടെ നേദിക്കുന്നത്. ഇപ്പം ഗണപതിക്ക് പൂജ കഴിക്കുമ്പോൾ അവിടെയും പൂജ ഉണ്ടായിരിക്കും. വിശേഷ വഴിപാടുകളും ഉണ്ടായിരിക്കുന്നതാണ് അവിടെ. അതുപോലെ അന്തിമഹാളിനും അയക്ഷിയാണുള്ളത്. അന്തിമഹാൾ ശിവൻ്റെ മൂലം തന്നെയാണ് മന്ത്രമാണുള്ളത് നമ്മൾ പൂജയ്ക്ക് നിവേദിക്കാൻ ഉപയോഗിക്കാറുള്ളത്. യക്ഷിക്ക് അയക്ഷി എന്നുള്ള പേര്. ആ യക്ഷിക്ക് യക്ഷിയുടെ മൂലമന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ശിവപാർവതി സങ്കല്പമായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ശിവൻ്റെ മൂലമന്ത്രവും യക്ഷിയുടെ മൂലമന്ത്രമാണ്. പാർവതിന് വേറൊരു രൂപമാണ് മാത്രം, കിരാതമൂർത്തി എന്നുള്ള രീതി പറയാം. അന്തിമഹാൾ അവിടെയൊക്കെ നിവേദ്യമുണ്ട്. ഗുരുതി, യക്ഷിക്ക് ഗുരുതിയും മധുവുണ്ട്. പിന്നെ ഇത് മുല്ലയ്ക്കത്തറ ഇരുന്നതാണ്. പഴയകാലത്ത് ഇല്ലത്തിൻ്റെ മുമ്പിൽ മുല്ലയ്ക്കത്തറ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് കുറേ ദേവന്മാരിരുന്നത്. അപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഒറ്റയ്ക്ക് ഒരു ശ്രീകോവില് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത് വസിക്കാനായിട്ട്. അപ്പോൾ അത് ബാക്കിയെല്ലാവരും ഇല്ലത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ രക്ഷസുണ്ട്. ബ്രാഹ്മണ സന്തുഷ്ടമാണല്ലോ.
അപ്പം രക്ഷത്തിന് പാൽപ്പായസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒഴിക്കാറുള്ളത്. എന്ത് പരിപാടിക്കും അവരെ രക്ഷസിനെ പ്രീതിപ്പെടുത്തണം എന്നാണ് പറയാറുള്ളത്. അപ്പം രക്ഷസിനെ പ്രീതിപ്പെടുത്താനാണ് പാൽപ്പായസം നിവേദിക്കാറുള്ളത്. അപ്പോൾ ഗുളികൻ്റെ സങ്കല്പമുണ്ട്. ഗുളികന് അതും ഇപ്പോഴുപോലെ ആ ദോഷങ്ങളൊക്കെ മാറാൻ ഏറ്റവും പ്രധാനമാണ് ഗുളിക നിവേദ്യം. വറപൊടി നിവേദിക്കാറുണ്ട്. പിന്നെയുള്ള സർപ്പത്താന്മാരാണ്. അനവധി സർപ്പങ്ങളിവിടെ വസിക്കുന്നുണ്ട്. അത് 4 ഇല്ലെന്ന് പറഞ്ഞല്ലോ. 4 ഇല്ലത് മള്ളിയൂർ, വടക്കേടം, ആര്യപ്പള്ളി, ഇങ്ങനെ മള്ളിയൂർ, വടക്കേടം, ആര്യപ്പള്ളി, പുല്ലേരിപ്പുറത്തെ ഇല്ലം, അങ്ങനെ 4 ഇല്ലക്കാരാണ് സർപ്പത്താന്മാർ. ഇവരൊക്കെ മള്ളിയൂരിൻ്റെ കൂടാതെ 3 ഇല്ലത്തെ സർപ്പവും ഇപ്പോൾ വടക്കേടത്തിൻ്റെയും ആര്യപ്പള്ളി സർപ്പം ഇവിടെയുണ്ട്. അവരുടെ സർപ്പങ്ങൾ ആ ദേശത്തുനിന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. അവർക്കൊക്കെ ആ ഇല്ലെന്ന ആളിൽ നിവേദ്യം പതിവുണ്ട്. എല്ലാ മാസവും നിവേദ്യമുണ്ട് ആര്യവർക്ക്. നാരായക്കന്മാരും നാഗയക്ഷികളും ഒക്കെ ഉണ്ട്. പിന്നെ മള്ളിയൂർ ഗണപതിക്ക് മാത്രമായിട്ടൊരു സർപ്പം ഉണ്ടായിരുന്നു ഉപദേവനായിട്ട്. അതും കൂടെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഭക്തർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വഴിപാടുകൾ. ആ വഴിപാടുകളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും ആദ്യം തുടങ്ങിയത് മുക്കുറ്റി പുഷ്പാഞ്ജലിയാണ്. പലരെയും കാണാൻ പോയ സമയത്ത് ഒരു ജോഷമുണ്ട്. വേറെ തന്ത്രിയോട് ചെന്നു. തന്ത്രി പറഞ്ഞ നിർദ്ദേശപ്രകാരം മള്ളിയൂർ പോയി പറയാൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു. അച്ഛനതനുസരിച്ച് മുക്കുറ്റി പുഷ്പാഞ്ജലി എന്ന സങ്കല്പത്തിൽ 108 മഹാഗണപതി മന്ത്രം മുക്കുറ്റി പുഷ്പാഞ്ജലി ഇരിക്കുക. ഈ 108 കുറ്റി കൊണ്ടുള്ള പുഷ്പാഞ്ജലി 12 ദിവസം കഴിച്ച് അതിന് അനുഭവം ഉണ്ടാകുന്നു അച്ഛൻ അവർ ഈ കാണാതെ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു. അവരുടെ ആ കുട്ടിയെ കാണാൻ സാധിച്ചു, കണ്ടുകിട്ടി. അതുപോലെ ആ സമയത്തൊരു 3-4 പേരിങ്ങനെ കാണാണ്ട് പോയി. ഇവർക്കൊക്കെ ഈ കുറ്റി പുഷ്പാഞ്ജലിയുടെ ഫലം കൊണ്ട് അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ അപ്പം ഭക്തന് അനുഭവം കിട്ടിയാൽ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക്. അപ്പം അച്ഛനത് അനുഭവം കിട്ടിയപ്പോൾ പലർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അതുപോലെ അച്ഛൻ അമ്പലം പണി നടക്കാഞ്ഞിട്ട് ഇങ്ങനെ അഭിഷേകം പ്രധാനമാണ്. ഗണപതിക്ക് ഏറ്റവും പ്രധാന അഭിഷേകമാണല്ലോ. അപ്പോൾ 1000 കൂടെ അഭിഷേകം അച്ഛൻ്റെ മനസ്സിൽ തോന്നി. 1000 കൂടെ അഭിഷേകം അച്ഛന് അനുഭവം കിട്ടിയതുകൊണ്ട് അച്ഛൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആനയ്ക്കും വെള്ളമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ ആ സങ്കല്പത്തിലാണല്ലോ ഗണപതിന് പോകുന്നത്. അപ്പോൾ ഗണപതിക്ക് തണുപ്പ് കൂടി കഴിഞ്ഞാൽ സന്തുഷ്ടമാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് 1000 കൂടെ അഭിഷേകം തുടങ്ങാൻ കാരണം. തടസ്സങ്ങൾ മാറാനാണ് 1000 കൂടെ അഭിഷേകം. അതുപോലെ അപ്പം മൂടൽ ഗണപതിക്ക് അപ്പം നിവേദിക്കാൻ കൊടുക്കുക. അപ്പം ഗണപതി സന്തുഷ്ടമാകും എന്നുള്ള അച്ഛനൊരു വിശ്വാസമാണല്ലോ. അപ്പം അച്ഛനനുഭവം ഇതെല്ലാം അച്ഛനനുഭവം കിട്ടിയതാണ്. അപ്പം മൂടൽ, 1000 കൂടെ അഭിഷേകം, തടി നിവേദ്യം, വിവാഹം നടക്കാനാണെങ്കിൽ പഴമാല. ഗണപതിക്ക് പ്രധാനമാണ്. സങ്കല്പമാണ്. അപ്പം ഗണപതിക്ക് പഴം പ്രധാനമായിട്ട് അത് മാലയായിട്ട് ചാർത്തുകയാണ് വിവാഹം നടക്കാനായിട്ട്. അതുപോലെ സന്താന വിശേഷത്തിനാണ് പാൽപ്പായസം. ഈ സാളഗ്രാമം വിഷ്ണുവിൻ്റെ ചൈതന്യം ഉണ്ടല്ലോ. അപ്പോൾ വിഷ്ണു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ഈ വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം അച്ഛന് ചിന്തയിൽ വന്നത്. അപ്പം അങ്ങനെ 12 വ്യാഴാഴ്ച പാൽപ്പായസം വിളിക്കാനായി അച്ഛൻ ഇങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനൊക്കെ അത് അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അനുഭവം കിട്ടുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ വാക്ക് ഇപ്പോഴും അതിന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോഴും വഴിപാട്. ഇപ്പം ഞാൻ പറഞ്ഞാലും അനിയൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ വഴിപാട് ശക്തി പകരുന്നത്. ആ പകരുന്ന വഴിപാടുകളൊക്കെ ഇപ്പം വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്.